തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക കൂടി അനുവദിച്ച് സർക്കാർ. ഇൻസെന്റീവിലെ കുടിശ്ശികയും കൊടുത്തു തീർത്തു. എന്നാൽ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ആശാ വർക്കർമാർ അറിയിച്ചിരിക്കുന്നത്. ആശമാരുടെ കാര്യത്തിൽ കടുംപിടുത്തമില്ല എന്നും അനുഭാവപൂർവമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഇൻസെന്റീവ് കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കുന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സമരത്തിന്റെ 18-ാം നാൾ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചു. ഇതോടെ ഓണറേറിയം ഇനത്തിൽ 3 മാസത്തെയും കുടിശ്ശിക ആശാ വർക്കർമാർക്ക് ലഭിക്കും. സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഒന്നിന് പരിഹാരമായി. ഇൻസെന്റീവിലെ കുടിശ്ശികയും കൊടുത്തു തീർത്തു. എന്നാൽ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങളിൽ സർക്കാർ ഇപ്പോഴും മൗനം തുടരുന്നു. ആശമാരുടെ കാര്യത്തിൽ കടുംപിടുത്തമില്ലെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. അനുഭാവപൂർവമായ സമീപനമാണ് ആശമാരുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നും കേന്ദ്ര സർക്കാരാണ് അവഗണിക്കുന്നതെന്നും മന്ത്രി വീണ ജോർജ്. ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏത് വിഷയമെടുത്താലും വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അതേസമയം മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആശാ വർക്കർമാർ. ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിൽ സർക്കാർ മറുപടി നൽകുന്നില്ലെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം തുടരുമെന്നും ആശാ വർക്കർമാർ വ്യക്തമാക്കി. ഓണറേറിയം കുടിശ്ശികയ്ക്ക് വേണ്ടിയല്ല സമരം ആരംഭിച്ചത്. സമരം ആരംഭിച്ചത് 21,000 രൂപ മിനിമം കൂലി തരിക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് 62 വയസ്സിൽ വിരമിക്കാനുള്ളവരുടെ ഉത്തരവ് പിൻവലിക്കണം. 5 ലക്ഷം രൂപ അതിന് വിരമിക്കൽ ആനുകൂല്യമായിട്ട് നൽകുകയും ചെയ്യണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ. സമാധാനപരമായി സമരം തുടരാൻ ആശാ വർക്കേഴ്സ് തീരുമാനിക്കുമ്പോൾ ഇനി എന്ത് പ്രതിരോധം സമരക്കാർക്കെതിരെ സർക്കാർ സ്വീകരിക്കുമെന്നതും പ്രസക്തമാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.